കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലതരം അഭിപ്രായങ്ങൾ അതിന് താഴെ വന്നിരുന്നു. കെ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി വരുന്നു, AK അഷ്റഫ് മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കും, ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായാൽ അവിടെ ഒരു കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ആ കാര്യം ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. അതുകൂടാതെ SDPയുടെ വോട്ടുകൾ എന്നുള്ളത് വളരെ നിർണായകമാണ് മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം SDPയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDPയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് തന്നെ CA സവാദ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ വരികയാണെങ്കിൽ, LDF സ്വതന്ത്രനായി ഷാനവാസ് പാദൂർ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണക്കുമെന്നുള്ള ഒരു നയമാണ്, ഒരു നിലപാടാണ് SDPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തത വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ SDPI അതിന് പിന്തുണക്കുമെന്ന്, ഷാനവാസ് പാദൂറിന് പിന്തുണക്കുമെന്ന് SDPI ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ പ്രസ്താവനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം BJPയുമായി നേർക്കുനേരെ മത്സരം നടക്കുന്ന, BJPക്ക് ഏറ്റവും സാധ്യതയുള്ള കേരളത്തിലെ അവരുടെ A ക്ലാസ് മണ്ഡലത്തിൽപ്പെടുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഷാനവാസ് പാദൂർ അവിടെ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ത്രികോണ മത്സരം, LDF BJP മുസ്ലിം ലീഗ് മത്സരമായിട്ട് മാറും. ഇതൊരു ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും. ഓരോ വോട്ടുകളും നിർണായകമായിരിക്കും. അങ്ങനെ ഓരോ വോട്ടുകളും നിർണായകമായാൽ SDPയുടെ നയനിലപാട് എന്നുള്ളത് ഷാനവാസ് പാദൂറിനെ പിന്തുണക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ വന്നാൽ ആ വോട്ടിംഗ് പാറ്റേൺ എന്നുള്ളത് നിലവിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി UDFന് ചെയ്യുന്ന, എന്നാൽ പരമ്പരാഗതമായി മതേതരം എന്ന് വിശേഷിപ്പിക്കാവുന്ന വോട്ടുകൾ അപ്പാടെ തന്നെ ഷാനവാസ് പാദൂറിന് പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ അത് BJPയും ഷാനവാസ് പാദൂറും തമ്മിലുള്ള മത്സരമായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇങ്ങനെ വലിയൊരു മാറ്റത്തിന് അവിടെയുള്ള സാധ്യതയുണ്ട്. ഏതായാലും SDPയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് SDPI നേതൃത്വവും എന്താണ് പറഞ്ഞതെന്ന് നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. കാസർഗോട്ടേക്ക് പോയാൽ അവിടെ മഞ്ചേശ്വരത്ത് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ വന്നാൽ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. SDPI ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് പാദൂർ എന്നുകൂടി SDPI ജില്ലാ പ്രസിഡന്റ് CA സവാദ് പറയുകയാണ്. ഒരു പൊതു സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ SDPI അനുഭവം നോക്കും. അതിൽ നമ്മൾ തീരുമാനമാണല്ലോ. അവിടെ ഷാനവാസ് പാദൂർ വരുമ്പോൾ പല രീതിയിലുള്ള വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും അവിടെ മഞ്ചേശ്വര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട്. അത് മറികടക്കാൻ പറ്റുമോ? കാരണം കഴിഞ്ഞ അവരുടെ നിലവിലുള്ള പെർഫോമൻസ് അനുസരിച്ചിട്ട് പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഷാനവാസ് പാദൂർ വന്നാൽ SDPI പിന്തുണയ്ക്കും, അതല്ല എങ്കിൽ SDPI ഒറ്റയ്ക്ക് മത്സരിക്കും, അങ്ങനെയാണോ സ്ട്രാറ്റജി? വിനീത, തീർച്ചയായും മഞ്ചേശ്വരം മണ്ഡലത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് SDPI ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ശക്തമായ പോരാട്ടം നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അതേ മണ്ഡലത്തിൽ SDPക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം 7000-ലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് 10,000-ലധികം വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കാൻ ഉണ്ട് എന്നതാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും SDPI വോട്ടുകൾ നൽകിയത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള AK അഷ്റഫ് MLAക്കാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1000-ൽ താഴെ വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഈ 10,000-ഓളം വോട്ടുകൾ AK അഷ്റഫിന് നൽകിയിട്ടുണ്ട് എന്നാണ് SDPI അവകാശപ്പെടുന്നത്. ഇത്തവണ എന്തായാലും UDFന് നൽകില്ല എന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. UDFന് പിന്തുണ നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രഖ്യാപനം. എന്നാൽ കെ സുരേന്ദ്രന്റെ വരവോടെയാണ് ഇപ്പോൾ അവർ നിലപാട് തിരുത്തിയിരിക്കുന്നത്. CPM പരിഗണിക്കുന്ന ഷാനവാസ് പാദൂർ ഒരു സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് പാദൂരിന് പിന്തുണ നൽകും. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്, മഞ്ചേശ്വരത്തിന്റെ വികസനത്തിനുള്ള കഴിവുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തത വന്നിരിക്കുകയാണ്. SDPയുടെ ജില്ലാ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ വെച്ച് ഷാനവാസ് പാദൂർ ജില്ലാ
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും അട്ടിമറി വിജയമാണ് നേടിയത്. UDFന്റെ സീറ്റിൽ അട്ടിമറി വിജയം നേടി ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിരുന്നു. വികസന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നതാണ് SDPI പറയുന്നത്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വികസനപരമായ ഒരുപാട് കാര്യങ്ങൾ പിന്നോക്കാവസ്ഥയുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഷാനവാസ് പാദൂരിന് ചെയ്യാൻ കഴിയുമെന്ന് SDPI ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ UDFന് വോട്ട് നൽകില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ UDFന് വോട്ട് നൽകില്ല എന്നതിനപ്പുറം ഈ മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പൊതു സ്വതന്ത്രരെ നിർത്തിയാൽ തങ്ങൾ പിന്തുണക്കുമെന്നാണ് SDPI നേതൃത്വം മുമ്പ് തന്നെ വ്യക്തമാക്കിയിരുന്നത്. SDPIയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച ഇടങ്ങളിൽ നിന്ന് മാത്രമായി 7000-ൽ കൂടുതൽ വോട്ടുകളുണ്ട്. അതല്ലാതെ 10,000-ലധികം വോട്ടുകൾ തങ്ങൾക്കുണ്ടെന്നാണ് SDPI അവകാശപ്പെടുന്നത്. അങ്ങനെ വരുന്ന വോട്ടുകൾ മുഴുവൻ ഷാനവാസ് പാദൂർ സ്ഥാനാർത്ഥിയാണ്. LDF പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ വരികയാണെങ്കിൽ ആ വോട്ടുകൾ മുഴുവൻ ഷാനവാസ് പാദൂരിന് നൽകുമെന്നാണ് SDPI വ്യക്തമാക്കുന്നത്. ഇപ്പോൾ KS സുരേന്ദ്രൻ, AKM അഷ്റഫ്, ഷാനവാസ് പാദൂർ എന്നുള്ള നിലയ്ക്ക് മത്സരങ്ങൾ വന്നാൽ SDPIയുടെ പിന്തുണ ഷാനവാസ് പാദൂരിനായിരിക്കും. കഴിഞ്ഞ തവണ പോലെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് നൽകിയ പോലെയോ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ AKM അഷ്റഫിന് പിന്തുണ നൽകില്ല, AKM അഷ്റഫിനെ പിന്തുണയ്ക്കില്ല എന്നും അവിടെ ഒരു പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയെയും മഞ്ചേശ്വരം മണ്ഡലത്തിലെ വികസനവുമായി മുന്നിട്ടിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിയിട്ടും വോട്ട് നൽകുമെന്ന് തന്നെയാണ് SDPI പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിഷയമുള്ളത് BJPയുമായി ബന്ധപ്പെട്ടാണ്. ഈ മുസ്ലിം ലീഗ് ജയിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, കാസർഗോഡും മഞ്ചേശ്വരവും, ആ 2 മണ്ഡലങ്ങളിലും BJPയാണ് 2ാം സ്ഥാനത്ത്. മുസ്ലിം ലീഗിൻ്റെ MLAയുടെ പെർഫോമൻസ്, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, മുസ്ലിം ലീഗിൻ്റെ നയനിലപാടുകൾ ഇതൊന്നും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാറില്ല. ആ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ, ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതും തെരഞ്ഞെടുപ്പുകളിൽ വിഷയമാകാറില്ല. അവിടെ BJPക്ക് ഒരു സാധ്യത വരുമ്പോൾ ഈ മതേതര വോട്ടുകൾ അങ്ങനെ കൂട്ടമായി ജയിക്കാൻ സാധ്യതയുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് നൽകുന്ന ഒരു പതിവാണുള്ളത്. ഇതാണ് ഈ 2 മണ്ഡലങ്ങളും മുസ്ലിം ലീഗ് എപ്പോഴും നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നിലനിൽക്കുന്നത്. കാസർഗോഡും മഞ്ചേശ്വരവും 2 സീറ്റുകളിലും BJP 2ാം സ്ഥാനത്ത് വരുന്നു. അതുകൊണ്ട് പരമ്പരാഗതമായി BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ലീഗിന് ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ 2006-ലെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനെ ചെർക്കളം അബ്ദുള്ളയായിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് CH കുഞ്ഞമ്പു LDF സ്ഥാനാർത്ഥിയായി CPM സ്ഥാനാർത്ഥിയായി മഞ്ചേശ്വരത്ത് വിജയിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് 3ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു LDF പൊതുസ്വതന്ത്രനായി ഷാനവാസ് പാദൂർ വരികയും കാസർഗോഡ് ജില്ലയിൽ അല്ലെങ്കിൽ ഈ മേഖലകളിൽ ഷാനവാസ് പാദൂരിനുള്ള സ്വാധീനവും അത് പരിഗണിച്ചുകൊണ്ട് LDF അദ്ദേഹത്തെ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചാൽ SDPI പിന്തുണ കൂടി അവിടെ ലഭിക്കുകയും സ്വാഭാവികമായിട്ടും ഒരു വോട്ടിംഗ് ഷിഫ്റ്റ്, BJP വിരുദ്ധ വോട്ടുകൾ അത് പൂർണ്ണമായിട്ടും ഷാനവാസ് പാദൂരിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പരമ്പരാഗതമായ LDF വോട്ടുകൾ കൂടി ലഭിക്കുന്നതോടുകൂടി അവിടെ ഒരു LDF BJP മത്സരമായി മാറുമെന്നാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും AKM അഷ്റഫ് എന്നുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ സ്വാധീനം എന്നുള്ളത് അത് കേവലം പിന്തള്ളപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. AKM അഷ്റഫ് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് SDPIയും LDFനും കോമണായി ചില പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിവിധ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികളെയും SDPI സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കാൻ വേണ്ടി BJPയുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് SDPIയെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം AKM അഷ്റഫിനെയും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്. പൈവളിക പഞ്ചായത്ത് അതിന് ഒരു ഉദാഹരണമായിട്ടാണ്. പൈവളിക പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ പോലും അവിടെ ഉണ്ടായി. അപ്പോൾ അത്രയും പരസ്യമായിരുന്നു ആ ധാരണകൾ എന്നുള്ളത്. മഞ്ചേശ്വരം പഞ്ചായത്തിലെ വാർഡുകളിൽ SDPIയെ തോൽപ്പിക്കാൻ BJPയുമായിട്ട് AKM അഷ്റഫോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ആളുകളോ
ഡീല് നടത്തിയെന്നും അതുമൂലമാണ് തങ്ങളുടെ ചില വാർഡുകളിലെ പരാജയമുണ്ടായതെന്നും SDPI വിലയിരുത്തുന്നു. അതായത് BJPയും സംഘപരിവാറുമായിട്ട് അവർ നടത്തുന്ന ഒരു ഇടപെടൽ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡീൽ എന്നുള്ളത്, അത് വോട്ട് കച്ചവടം എന്നുള്ളത് പരസ്പരം SDPയെയും LDFനെയും തോൽപ്പിക്കാൻ പല പഞ്ചായത്തുകളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പൈവളിക പഞ്ചായത്തിൽ അത് LDFനെയാണ് ബാധിച്ചതെങ്കിൽ മഞ്ചേശ്വരം പഞ്ചായത്തിൽ അത് SDPI ആണ് ബാധിച്ചത്. അപ്പോൾ SDPI LDF ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ ചില BJPയുമായിട്ട് നടത്തിയ ഡീലുകളാണ് ഇത്തരമൊരു തീരുമാനങ്ങൾക്ക് SDPI എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പലയിടത്തു നിന്നും വിലയിരുത്തപ്പെടുന്നത്. മറ്റൊന്ന് പുത്തിക പോലെയുള്ള പഞ്ചായത്ത് എന്നുള്ളത് LDF UDF മത്സരം നടക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ BJP റിബലായി മത്സരത്തിൽ ഇറങ്ങിയ ആളെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ UDF അവിടെ ഭരണം നടത്തുന്നത്. അയാളൊരു സംഘപരിവാർ സഹയാത്രികനാണ്. ഇങ്ങനെ പല കാര്യങ്ങളും പൊതുവായി കോമണായി രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസ് പാദൂറിനെ LDF സ്വതന്ത്രനായി പിന്തുണക്കുന്നതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി, SDPയെ തോൽപ്പിക്കാനും LDFനെ തോൽപ്പിക്കാനും AKM അഷ്റഫ് നടത്തിയ ചില കളികൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, അതിനെ പരാജയപ്പെടുത്തുക, അതിനുള്ള മറുപടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശവും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇങ്ങനെ LDFനെയും SDPയെയും യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്നുള്ളത് പ്രധാനമായിട്ടും ഇതാണ്. അതുകൂടാതെ പരമ്പരാഗതമായിട്ട് BJP വിരുദ്ധത എന്നുള്ളത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രം പറയുകയും സത്യത്തിൽ ആ സംഘപരിവാറുമായി സഹകരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് സഹായകരമാകുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് സഹവർത്തിക്കുന്ന ഒരു സമീപനമാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നുള്ള വിമർശനം കാലങ്ങളായിട്ടുണ്ട്. അതിനൊരു മറുപടി എന്നുള്ള നിലക്ക് കാസർഗോഡോ മഞ്ചേശ്വരത്തോ മുസ്ലിം ലീഗും BJPയും മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ, തെരഞ്ഞെടുപ്പുകളിൽ BJP ഒരു അജണ്ടയായി മാറുകയും മറ്റുള്ള സമയത്ത് ഇവരുമായിട്ടുള്ള ഒരു ബാന്ധവം സ്ഥാപിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മറുപടി കൊടുക്കൽ കൂടി ഇതിന്റെ ഉദ്ദേശമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ഷാനവാസ് പാദൂർ LDF സ്ഥാനാർത്ഥിയായി വന്നാൽ മഞ്ചേശ്വരത്തെ തീപാറും പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.